വിയർപ്പ് നാറ്റം പലരിലും ദിവസം മുഴുവൻ ദുർഗന്ധമുണ്ടാക്കാൻ കാരണമാകാറുണ്ട്. പക്ഷേ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഈ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. ഏതാണെന്ന് പറയാം. നമ്മളൊരു ഡിയോഡ്രൻ്റ് ആയിരുന്നാലും ഒരു ബോഡി സ്പ്രേ ആയിരുന്നാലും റോൾ ഓൺ ആയിരുന്നാലും എന്തുപയോഗിക്കുന്നതിന് മുമ്പും നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ അണ്ടർ ആം നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കണം. അതിപ്പോൾ നിങ്ങൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തായിരുന്നാലും നന്നായിട്ട് ഉരച്ച് കഴുകുമ്പോഴായിരുന്നാലും, അതായത് നമ്മൾ ബോഡി സ്ക്രബൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ മിക്ക ആൾക്കാരും. അപ്പോൾ ബോഡി സ്ക്രബ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ അണ്ടർ ആംസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അഴുക്കും ആ വിയർപ്പിൻ്റെ സ്മെല്ലും നന്നായിട്ട് മാറ്റണം. അതുപോലെ തന്നെയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഉരച്ച് ഈ ചകിരി പോലുള്ള സംഭവങ്ങൾ കൊണ്ട് നിങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. കാരണം നന്നായിട്ട് ഉരച്ച് ഡെയിലി നമ്മൾ കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു റോൾ ഓണോ അല്ലെങ്കിൽ ബോഡി സ്പ്രേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ ആ സ്മെല്ല് നമ്മുടെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇതൊന്നും ചെയ്യാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഉപയോഗിച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പം ആ സ്മെല്ല് നമ്മുടെ ബോഡിയിൽ നിന്ന് പോയി കഴിയും. പിന്നെ വരുന്നത് ആ വിയർപ്പിൻ്റെ സ്മെല്ലായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ എത്രയൊക്കെ ഇനി നമ്മൾ ഈ സ്പ്രേ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചാലും നമുക്ക് ഈ വിയർപ്പിൻ്റെ സ്മെല്ലായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു കാര്യം ഒരു ചെറിയ കാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ തന്നെ നമ്മുടെ ബോഡിയിൽ ആ സ്മെല്ല് ഉണ്ടാവും. നമ്മൾ ഈ അണ്ടർ ആംസ് ക്ലീൻ ആക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അണ്ടർ ആം ഹെയർസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഹെയർസ് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ അണ്ടർ ആംസ് ക്ലീൻ ആക്കുകയും വേണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡിയോഡ്രൻ്റ് ഇട്ടാൽ നമുക്ക് അത്രയും ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുള്ളൂ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.